വളരെ നേരത്തെ ഞാൻ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു പോകുന്നത് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ഇന്ന് പോകാം നാളെ പോകാം എന്ന് കരുതിയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഒറ്റയ്ക്ക് വളരെ ചുരുങ്ങിയ ചിലവിലാണ് ഈ ഒരു യാത്ര പോയിട്ടുള്ളത്. മറ്റെങ്ങോട്ടുമല്ല നമ്മളുടെ ഈ ഒരു യാത്രയും നടന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂരങ്ങളിലൊന്നായ ഉത്രാളിക്കാവ് പൂരം കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണിത്. സോ എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനലിൻ്റെ ആദ്യത്തെ വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂരാണ് കേട്ടോ. നമ്മൾ ഉത്രാളിക്കാവ് പൂരത്തിന് പോകുന്ന വഴിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തൃശ്ശൂർ കയറിയിട്ടൊന്നങ്ങ് പോകാം. ഇതിൻ്റെ അടുത്താണല്ലോ. ഉത്രാളിക്കാവ് ഉച്ചയ്ക്ക് ശേഷമാണ് ചടങ്ങും കാര്യമൊക്കെ തുടങ്ങുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രമാണ്, തൃശ്ശൂർ ടൗണിൽ തന്നെ ഉള്ളത്. ഇതൊരു ടൗൺ ഏരിയയിലാണെന്ന് പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം. 26-ാം തീയതി ശിവരാത്രിയുടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാൻ തൃശ്ശൂർ വന്നിട്ട് ആദ്യമായിട്ട് കഴിക്കുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഈ ഒരു പ്രസാദമാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് തൃശ്ശൂർ എന്തെങ്കിലും ആവശ്യത്തിന് വരാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ക്ഷേത്രം മിസ് ചെയ്യരുത്. കാരണം അത്രയ്ക്ക് നല്ലൊരു ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോസ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കർശനമായിട്ട് നിരോധിച്ചതാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ എടുക്കാൻ പറ്റാത്തത്. നമ്മളിപ്പോൾ ഉള്ളത് കറക്റ്റ് പറഞ്ഞാൽ തേക്കിൻകാട് മൈതാനത്തിലാണ്. നിങ്ങളിപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് തേക്കിൻകാട് മൈതാനം എന്ന് പറഞ്ഞത്. കോഴിക്കോട് നിന്ന് പെട്ടെന്ന് വന്നുകൊണ്ടാണോ അറിയില്ല, എനിക്ക് ഇവിടുത്തെ ചൂട് സഹിക്കാൻ വേണ്ടിയില്ല. നല്ല തൃശ്ശൂർ പൂരത്തിൻ്റെയൊക്കെ വീഡിയോയിലൊക്കെ തന്നെ മെയിൻ ഫ്രെയിമായിട്ടുള്ള തെക്കേ നടയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് പോയത്. ക്ഷേത്രത്തിൽ കയറിയിട്ടില്ല, ജസ്റ്റ് അവിടെ നിന്ന് കണ്ടങ്ങ് പോകും. അപ്പോൾ നമ്മൾ പാറമേക്കാവ് നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ മറ്റേ തൃശ്ശൂർ സൂവിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. ഏകദേശം അരമണിക്കൂറോളം നടന്ന് നമ്മളിത് സൂര്യൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് വെറും 20 രൂപയെ ചാർജ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ സൂന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാലസിലേക്കാണ് പോകുന്നത്. സൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വെറും 20 രൂപ അവിടെ ഒരാൾക്ക് അഡൽട്ടിന് ചാർജ് വരുന്നത്. ആ ഒരു പൈസയ്ക്ക് വേണ്ട സാധനം കൃത്യമായിട്ട് അതിനകത്തുണ്ട്. വളരെ വേർത്തായിട്ടാണ് തോന്നുന്നത്. ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പം അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. അപ്പോൾ ഇനി അടുത്ത് പാലസിലേക്കാണ്. നമുക്ക് പാലസിലേക്കുള്ള എൻട്രൻസിലോട്ട് പോവുകയാണ്. ഉരിങ്ങയിലെന്ന് വെച്ചാൽ പൊരിങ്ങയില്ല. എനിക്ക് പാലസും കൂടെ കണ്ടിട്ട് നമ്മുടെ തൃശ്ശൂർ ടൗണിലുള്ള കറക്കം നിർത്തുകയാണ്. ഇപ്പം തന്നെ ഏകദേശം ലേറ്റായി, 2 മണിക്ക് അടുത്തായി. ഈ പാലസും കൂടെ കണ്ടിട്ട് നേരെ വടക്കാഞ്ചേരിക്കുള്ള ബസ് പിടിച്ച് ഉത്രാളിക്കാവിലേക്ക് പോവാണ്. നമുക്ക് പാലസിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ അവിടെ 1 മണി മുതൽ 2 മണി വരെ ബ്രേക്കാണ്. അപ്പോൾ ഇനി പോകുന്നവർ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എനിക്ക് ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഇതുള്ളത്, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ പോകുന്നവർ ശ്രദ്ധിക്കുക. അവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 10 മുതൽ ഉച്ച 1 മണി വരെയും പിന്നെ 2 മണി മുതൽ 4 മണി വരെയാണ്. അത് ഓർക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ ഷൊർണൂർ ഭാഗത്തേക്കുള്ള ബസ് ഏകദേശം 1 മണിക്കൂർ യാത്ര ഉണ്ട്. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ വടക്കാഞ്ചേരിക്കല്ല ഉത്രാളിക്കാവിലേക്ക്. അതിൽ നമ്മൾ ഷൊർണൂർ ബസ്, അതായത് തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഷൊർണൂർ ഒറ്റപ്പാലം ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഉത്രാളിക്കാവ് വന്നിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ബസ്സിൻ്റെ ചാർജ് വരുന്നത് ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഉത്രാളിക്കാവ് എത്തിയിട്ടുണ്ട്. വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ചയും കാണിക്കാം.
ക്ഷേത്രത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഏങ്കക്കാവ്, പിന്നെ അതുപോലെ തന്നെ വടക്കാഞ്ചേരി, കുമരനെല്ലൂർ, ഈ 3 ദേശക്കാർ ചേർന്നിട്ടാണ് ഈ ഒരു ഉത്സവം നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ 3 ദേശക്കാരും 11 ആനകൾ വീതം 33 ആനകളാണ് ഇവിടെ ഉണ്ടാകുക. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നത്, അതായത് ഇവിടെ വന്നപ്പോൾ ഒരാൾ എനിക്ക് പറഞ്ഞു തന്നതാണ്. അതായത് പിൽക്കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു പ്രതിഷ്ഠ, ഈ ഒരുപാട് കാലങ്ങൾക്കിപ്പുറം ഒരു സ്ത്രീ കല്ലാണെന്ന് കരുതി മൂർച്ചയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ആ സമയത്ത് ഈ പ്രതിഷ്ഠയിൽ നിന്നും കുറച്ച് രക്തം പൊടിയുകയും ഇതിനെ തുടർന്ന് പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ഇതിലൊരു ദേവീ കടാക്ഷം ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യാണ്. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷ്ഠ വരുന്നത്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആനകളൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും ഒന്ന് പോയിട്ട് കാണണം, ഓരോരുത്തരായിട്ട് കാണാം. ഇതൊക്കെ കണ്ടു തീരുമ്പോഴേക്ക് തന്നെ വരവ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. കുടമാറ്റവും ക്ഷേത്രത്തിലെ ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞിട്ട് ആനകളെ തിരിച്ചു കൊണ്ടുവന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി ഇവിടെ നടക്കാനുള്ളത് വെടിക്കെട്ടാണ്. രാത്രി 8:30-ക്കും പുലർച്ചെ 4:45-നുമാണ് 2 വെടിക്കെട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. യാത്രയുടെ മൊത്തം ചിലവും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ ഉൾക്കൊള്ളിക്കുന്നതാണ്. എന്നോട് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയതാണ്. കളി കാണാൻ ഗാലറിയിൽ ആളുകൾ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന കണ്ടോ, വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പാണ്. ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ച് പേടിയാണെങ്കിലും ഇവിടുത്തെ നാട്ടുകാർക്ക് ഇത് വളരെ സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. പോലീസുകാർ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് ഇതുവരെ ആർക്കും ഒരു തരത്തിലുള്ള അപകടമൊന്നും വന്നിട്ടില്ല. സമയം ഇപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ 8:30-ക്ക് നടക്കേണ്ട വെടിക്കെട്ടിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ഉള്ളതുകൊണ്ട് വെടിക്കെട്ടിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 2:30 ആയിട്ടുണ്ട്. ഒന്നാമത്തെ വെടിക്കെട്ട് കഴിഞ്ഞ് ഞാനൊരു 1.5 മണിക്കൂർ നമ്മുടെ ആൽത്തറയിൻ്റെ അടുത്ത് കിടന്നുറങ്ങുകയായിരുന്നു. ഇപ്പോഴാണ് എണീച്ചത്. ഇപ്പോൾ അമ്പലത്തിൽ എന്തോ ഒരു ചടങ്ങ് നടന്നുകൊടുക്കുകയാണ്. ഇപ്പോൾ നോക്കിയാൽ 2 മണി 2:30 ആയിട്ടും ഇപ്പോഴും ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നല്ല ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ലേശൊരു തിരക്കൊഴിഞ്ഞ സൈഡിലേക്കാണ്. അവിടെ അമ്പലത്തിൻ്റെ സൈഡിലേക്കൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് അടുത്ത വെടിക്കെട്ട് പറയുന്നത് 4:45-നാണ്. അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 8:30-ക്ക് പറഞ്ഞ വെടിക്കെട്ട് ഏകദേശം 10-10:30 കൂടിയാണ് പൊട്ടിയത്. സോ ഇത് എത്ര മണിയൊന്നും അറിയില്ല. കറക്റ്റ് സമയത്ത് നടക്കുമെന്ന് വിചാരിക്കാം. പിന്നെ ഇവിടെ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്ക് ഈ ഒരു പ്രദേശത്ത്, അതായത് ഉത്രാളിക്കാവിൻ്റെ പരിസരത്ത് നമുക്ക് റെൻറ്റിന് റൂം, ലോഡ്ജ്, ഹോം സ്റ്റേ ഇത്തരം കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. റൂമൊന്നുമില്ല. നമുക്കൊരു പബ്ലിക് ടോയ്ലറ്റ് പോലും ഇവിടെ കിട്ടാനില്ല എന്നാണ് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പലരോടും ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ്. ഞാൻ തന്നെ ഒന്ന് റോഡിലൊക്കെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോഴും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ ആകെക്കൂടെ ഹോട്ടൽ ഒരെണ്ണേ ഉള്ളൂ. അത് തന്നെ ഏകദേശം ഒരു 10-10:30 ആയപ്പോൾ സാധനം കഴിഞ്ഞിട്ട് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, അതായത് ബാത്റൂം, ഇത്തരം കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നിടത്തു നിന്നൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. പിന്നെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് വടക്കാഞ്ചേരിയാണ്. ബൈക്ക് എടുത്ത് വരുന്നവർക്ക് അതൊരു വിഷയമായിരിക്കില്ല. വടക്കാഞ്ചേരി വരുന്ന അത്ര ദൂരമേ ഉള്ളൂ. അവിടെ പോയിട്ട് റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് താമസിക്കാവുന്നതാണ്. ഈ ട്രെയിന് ബസ്സിനൊക്കെ നോക്കിയിട്ട് വരുന്ന ആളുകൾ ഈ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യുക, ഫുഡിൻ്റെത്. പിന്നെ ഫുഡ് പരമാവധി നേരത്തെ പോയാൽ ഈ ഹോട്ടലിൽ കഴിക്കാൻ പറ്റും. ഒരു 10 മണിക്ക് ശേഷം ആകുമ്പോഴേക്കും ആ ഹോട്ടലിൽ ഭക്ഷണം തീർന്നു പോകുന്ന അവസ്ഥ. ആകെ കൂടെ ആ ഒരു ഹോട്ടലേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മുടെ 2ാമത്തെ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. നേരത്തതിനേക്കാട്ടും കുറച്ചുകൂടെ വലിയ വെടിക്കെട്ട് ഇതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏകദേശം 4:30 ആയിട്ടുണ്ട് സമയം. 4:45 പൊട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അറിയില്ല, നോക്കാം നമുക്ക്. അങ്ങനെ നമ്മളിപ്പോൾ ഉത്രാളിക്കാവിനോട് വിട പറഞ്ഞു വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഞാൻ തൃശ്ശൂരേക്ക് പോയിട്ടില്ല, നേരെ ഷൊർണൂരേക്കുള്ള ബസ്സാണ് കിട്ടിയത്. ഷൊർണൂർ ബസ്സിന് ചാടി കയറി ഇങ്ങ് വന്ന്. നല്ല തിരക്കായതുകൊണ്ട് കിട്ടുന്ന ബസ്സിന് കയറി പോകുന്നത്. അപ്പോൾ ഷൊർണൂരാണ് എത്തിയത്. ഇപ്പോൾ ഏകദേശം 6:50 ആയിട്ടുണ്ട്. 7:30 ട്രെയിൻ ഉണ്ട് കൊയിലാണ്ടിക്കുള്ളത്. അപ്പോൾ ആ ട്രെയിനിന് കയറാൻ വളരെ ചെറിയൊരു ചിലവിലാണ് നമ്മൾ ഈ ഒരു യാത്ര വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇന്നലെ രാവിലെ നമ്മൾ തൃശ്ശൂരേക്ക് വന്നത് ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിലാണ്. കൊയിലാണ്ടിയിൽ നിന്നും തൃശ്ശൂർ വരെ 65 രൂപയാണ് ചാർജ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ്സിനാണ്. 55 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇതിനോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് ഉത്രാളിക്കാവിൽ നിന്ന് ഷൊർണൂറേക്കും എനിക്ക് ബസ്സിന് 30 രൂപ വെച്ചിട്ടാണ് ചാർജ് വന്നിട്ടുള്ളത്. ഇത്രയാണ് നമ്മളുടെ ടോട്ടൽ ട്രാവൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഫുഡിൻ്റെ എക്സ്പെൻസ് ആണ്. ഫുഡിൻ്റെ എക്സ്പെൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ വന്ന് നേരെ സൂവിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. സൂവിൽ 20 രൂപയാണ് പെർ ഹെഡ് ടിക്കറ്റ് വരുന്നത്. അവിടെ നിന്ന് പുറത്തിറങ്ങി അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വനിതാ ഹോട്ടലിൽ നിന്നൊരു നാടൻ ഊണാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. 50 രൂപയാണ് ഊണിന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് രാത്രി ഞാൻ ഉത്രാളിക്കാവിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെന്നപ്പോഴേക്കും ഹോട്ടലിൽ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബ്രെഡ് ഓംലേറ്റും പിന്നെ അതുപോലെ തന്നെ ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് കഴിച്ചത്. നമുക്ക് ടോട്ടൽ അതൊരു 100 റുപ്പീസ് ചിലവ് വന്നിട്ടുള്ളൂ. അങ്ങനെ ടോട്ടൽ നമ്മൾ ഈ ഒരു യാത്രയുടെ ആകെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വെറും 350 റുപ്പീസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ കൂടെ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകളുണ്ടാവും. ഈ പോരായ്മകളൊക്കെ സഹിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.